ശ്രീകുമാർ മനയിൽ വളരെ കൃത്യമായി എന്തുകൊണ്ട് സഖ്യമില്ല എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തുഷാർ വെള്ളാപ്പള്ളിയെ അയച്ചു. തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ ഭാഗമായ ഒരു പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ അത് ഒരു വശത്ത് നടന്നു. അതിന് തൊട്ടു പിന്നാലെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിലൊരു കെണി, ഒരു രാഷ്ട്രീയ നീക്കം ഞങ്ങൾ കണ്ടു. അതൊരു തരികിടയാണെന്ന് തോന്നി, അതുകൊണ്ട് പിന്മാറുന്നു എന്നാണ്. BJPയുടെ ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റിൽ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ NSSും ജി സുകുമാരൻ നായരും ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത്? അഭിലാഷേ, നിങ്ങൾ ആദ്യം ഈ അവസാനം പറഞ്ഞ വരി തന്നെയാണ് അതിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ജിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം സംഘപരിവാറിൻ്റെയും BJPയുടെയും ഒരു ഗ്രാൻഡ് ഡിസൈനിൻ്റെ ഭാഗമായിരുന്നു ഈ ചടുതിയിലുള്ള പെട്ടെന്നുള്ള ഈ നായർ ഈഴവ ഐക്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ രണ്ട് സമുദായങ്ങളും ഐക്യപ്പെടാൻ വെമ്പി നിൽക്കുമെന്നായിരുന്നില്ല. അതിൻ്റെ അങ്ങനെ ഒരു ഐക്യശ്രമം ഉണ്ടാക്കുന്നതിൽ തന്നെ അതിൻ്റെതായ പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ ഒരു ഐക്യ ശ്രമം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഐക്യം എന്ന് കൊട്ടിക്കൊഴിച്ച് വരാൻ എന്താണ് കാരണം എന്നുള്ളത് ശ്രീ സുകുമാരൻ നായർ വാചകങ്ങളിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. അതൊരു BJPയുടെ ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ ശരിക്കും നടന്നത് നാഗപ്പൂരിൽ തന്നെയായിരുന്നു. നാഗപ്പൂർ ഓപ്പറേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ശ്രീ സുകുമാരൻ നായർ ഇതിൽ നിന്ന് പിന്മാറിയത്. കാരണം ഈ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് RSSൻ്റെ അജണ്ടയാണ്. കാരണം മറ്റ് സമുദായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളതിനേക്കാൾ പരസ്പരമുള്ള സൗഹൃദം, പരസ്പരം സംസ്കാരം പങ്കിടുന്നതും തമ്മിലുള്ള ബന്ധം അതൊക്കെ സാധാരണ. പക്ഷേ ഭൂരിപക്ഷ ഐക്യം എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ആ അജണ്ടയെ ഈ വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് NSSനെ ഇതിനകത്തേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് ഒരു തന്ത്രപരമായ നീക്കം നടത്താനാണ് നാഗപ്പൂർ എന്ന് വെച്ചാൽ RSS നേതൃത്വം ശ്രമിച്ചത്. അതും മനസ്സിലാക്കിക്കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ RSSുമായിട്ടുള്ള എന്ത് തരം യോജിപ്പും NSSൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ തകർക്കും എന്നുള്ള കാര്യം തർക്കമില്ല. അതതിൻ്റെ അടിസ്ഥാന ഘടനയെ പഠിച്ചവർക്ക് മനസ്സിലാവും. കാരണം RSS എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്രയും വിമർശനങ്ങൾ വരുന്നത്? അദ്ദേഹം നിരന്തരം ഈ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു. കാരണം വെച്ചാൽ വെറുപ്പിൻ്റെ വാക്കുകൾ നിരന്തരം മുസ്ലിം സമുദായത്തിനെതിരെ അദ്ദേഹം ഉപയോഗിക്കുന്നു. എന്നിട്ട് അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറി തുടരുന്നു. പക്ഷേ NSSൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബൈലോസ് അതിൻ്റെ സത്യപ്രതിജ്ഞ പ്രകാരം തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാനുള്ള അർഹത നഷ്ടപ്പെടും. കാരണം ഞാൻ സമുദായത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അത് മറ്റ് സമുദായങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കാൻ ഞാൻ പ്രയത്നിക്കും എന്നുള്ള സത്യപ്രതിജ്ഞയാണ് NSSൻ്റെ കരയോഗം സെക്രട്ടറി മുതൽ ജനറൽ സെക്രട്ടറി വരെ എടുക്കുന്നത്. അതുകൊണ്ട് ആ സത്യപ്രതിജ്ഞ ലംഘനമായി തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് SNDPയുടെ വഴിക്ക് ഇക്കാര്യത്തിൽ NSSന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വസ്തുത. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എന്തിനാണ് ഈ UDFനെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ RSSൻ്റെ ഡിസൈനിലേക്ക് ചെന്ന് ചാടി കൊടുക്കേണ്ടത്? അതിന്റെ ആ കാര്യത്തിലൊരു ജാഗ്രത, ഒരു സൂക്ഷ്മത NSS കാണിച്ചു. പക്ഷേ BDJS പരീക്ഷണം വഴി SNDP യോഗത്തിന്റെ പ്രവർത്തകരെ ആകെ NDA പാളയത്തിൽ എത്തിക്കുക എന്നുള്ളത് 2016 മുതലുള്ള നീക്കമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് ഇനിയും നടക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്.